ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് കേട്ടോ. അപ്പോഴത്തേന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുഞ്ഞ് കാടൊക്കെ ഉണ്ട്. ഞാൻ എന്താ ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് പുഴയുടെ അകത്തേക്കാണ് പോകുന്നത്. അവിടെ വെള്ളമില്ല, പിന്നെ കൊണ്ടു നോക്കണം. ഇതാണ് സ്ഥലം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ. വരുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം. അതാണ് ഞങ്ങളുടെ വീട്. ഞാൻ വീട് വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ കുറേ പാറകളും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴത്തേന് ഇതാണ് നമ്മുടെ വീട്. ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് എന്നെ അത് ക്ലിയറായിട്ട് കാണാത്തത്. ഇവിടെ ഏകദേശം ഒരു ചെറിയ വനമൊക്കെയാണ്. ഞങ്ങൾ വരുന്ന വഴിക്കൊരു കാട്ടുമുത്തിനെയൊക്കെ കണ്ടായിരുന്നു. ഭാഗം കൊണ്ട് ഞങ്ങൾ ദേവസ്വം കൊണ്ട് ഉപദ്രവിക്കൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ നിന്നൊരു ദിവസം വന്നൊരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ ചാൻസും ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മുടെ വെള്ളച്ചാട്ടം. ഇപ്പം വെള്ളച്ചാട്ടം ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ സ്ഥലം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു പുഴയും കൂടെ ഉണ്ട്. അത് പുഴയല്ല, ഒരു ആറ് പോലത്തെ ഒരു കുഞ്ഞിത് ഇതേപോലത്തെ ഒരു സാധനമുണ്ട്. ഇതാണ് ആ പുഴ. ഇതിലേക്കൂടാണ് ഒഴുകുന്നത്. പക്ഷേ ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഇപ്പം കാണാൻ കൊള്ളത്തില്ല. പിന്നെ അവിടെ ഒരു മിഷൻപഴ പോലെ കാണുന്നില്ല, അതാണ് നമുക്ക് മിഷൻപഴ. ഈ പുഴ ഉണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാവും പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ. കാരണം പറഞ്ഞാൽ അത്രയ്ക്കും കല്ലും അടിക്കും കിടക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇത് നിറച്ചും വെള്ളമാവും. ഇവിടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, കാരണം ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അധികം നേരം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളച്ചാട്ടം കണ്ട അവിടെ ആയിരുന്നു. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ നല്ല വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഉണ്ടോ ഇതിനകത്തുകൂടെ ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തിനുള്ള വെള്ളം ഒഴുകി വരുന്നത്. മിക്കവാറും ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം വരുമായിരുന്നു. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. കാരണം മഴ സീസൺ കുറേ നാളിവിടെ മഴയൊക്കെ പെയ്തു. മഴ സീസണൊക്കെ ഏകദേശമൊക്കെ മാറാൻ തുടങ്ങി. അതുകൊണ്ട് ഇല്ല, വെള്ളമില്ല. പിന്നെ കണ്ടോ, നമുക്ക് കാണാൻ ഏറ്റവും ഒരു ബ്യൂട്ടിഫുള്ളും പിന്നെ കിളികളുടെ ശബ്ദവും. നമുക്ക് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കിളികളുടെ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനത്തെ നല്ല ശബ്ദങ്ങളൊക്കെ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അതേപോലെ കുഞ്ഞു പൂവാറ്റകളൊക്കെ കാണും. പിന്നെ ഞാൻ ഇവിടെ അധികം നിൽക്കാതെ തന്നെ പോച്ച ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അട്ട കടിക്കുകയാണെങ്കിൽ അറിയത്ത് പോലുമില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ പുഴയുടെ അവിടെ തന്നെ ഒരു മലയുണ്ട്. മലയിലൊക്കെ നമുക്ക് നിൽക്കാനും വെക്കാൻ പറ്റുന്ന ഒരു മലയാണ്. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു മല ഉണ്ട്, അതാണ് നമ്മുടെ പുഴ. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. പുഴ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. നല്ല പുഴയാണ്, നമുക്കത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അത്രയും നല്ല വെയിലൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങോട്ട് പോവാൻ. ഞാൻ പോയി കാണിച്ചിട്ട് മൊത്തം കാടാണ്. ഇവിടെ ഇരിക്കുന്ന വീടാണ് എൻ്റെ അമ്മ വീട്. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ കാണിച്ചു തരാം. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ മലയുടെ അവിടെയാണ് ആ പുഴ. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരു കുഞ്ഞു വഴിയുണ്ട്. അതിപ്പോൾ ഭയങ്കര കാട് പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ അതേപോലെ നല്ല ആഴമുള്ള കുളമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആരും പോകുന്നില്ല. ഇവിടുത്തെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പേടി, എങ്ങാനൊന്ന് വീഴാലോന്ന്. ഇത് കണ്ടോ, ഇതാണ് അങ്ങോട്ടേക്കുള്ളത് വഴി. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അവിടെ നമുക്ക് പുഴ ഏതാ കാട് ഏതാ മണ്ണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എങ്ങാനും ഒന്ന് വീഴുവാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് ഒരു കുഞ്ഞു വീട് കാണിച്ചു തരാം. അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കട്ടെ. കാണാൻ പറ്റത്തില്ലായിരിക്കും. ഈ 3 മരങ്ങൾ കണ്ടോ നിങ്ങൾ? ആ പാറയുടെ ആ നടുക്കടും വെള്ളമുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് വെള്ളം കാണാൻ പറ്റില്ല, പക്ഷേ എനിക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നല്ല ചുമന്ന തുമ്പികളൊക്കെ അതിൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ അവിടെ അധികം നേരം നിൽക്കുന്നില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. പിന്നെ എൻ്റെ അവിടുത്തെ
പിന്നെ അടുത്ത് അനിയനും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ കുഞ്ഞിലെയൊക്കെ ആമയൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല രസമാണ്. ഒരു കുഞ്ഞിനാമയെ ഞാൻ കണ്ട് ഇവിടുത്തെ ഒരു ചേട്ടൻ കാണിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മീനുകളൊക്കെ വെള്ളമുള്ള സമയത്ത് ഞാൻ കുറേ മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കുഞ്ഞു മുഷിയുടെ കുഞ്ഞിനെയൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഭയങ്കര കളിയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ അതിനെടുത്ത് കളയും. ഒന്നെങ്കിൽ അതിനെടുത്ത് വെള്ളത്തിലൊന്ന് മാറ്റിയിടും, അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് കൊണ്ടുവരും. പിന്നെ നമ്മൾ റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ കാണിച്ച ഈ നദി, ഈ കുഞ്ഞാറ് ഒഴുകി 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 അതുകൊണ്ട് ആ സ്ഥലം വരെ പോകും. പിന്നെ അവിടെ നിന്ന് ആ റോഡ് ക്ലോസ് ചെയ്ത് ഇപ്പോഴത്തൊരു കുഞ്ഞ് നദിയും പോകാനൊരു സ്ഥലമുണ്ട്, അതിനെ കൂടെ ഒഴുകി പോവുകയാണ് ചെയ്തത്. പിന്നെ അത് കാട്ടിലൊക്കെ മഴമ്പത്തൂടെയൊക്കെ പോയി പോകാൻ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഒരുപാട് ഞാൻ പോകുന്നില്ല, അമ്മേൻ്റെ മഴ കുറയും, ഇവിടെ ഒന്നും പോകല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് വിശ്വസിച്ച് വിടാം, കാരണം റോഡായതുകൊണ്ട് അധികം വണ്ടികളും ഒന്നും വരത്തില്ല. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ആ ഒഴുകി വരുന്നത്, ഇതിലേക്ക് കൂടെ ഒഴുകി വരും. ഇപ്പം മൊത്തം വരണ്ട് കിടക്കുവാണ്. ഞാൻ ഒരു ദിവസം കൊണ്ട് വരുമ്പോൾ വെള്ളമുള്ള സമയമൊക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജൂലൈ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല മഴയായതുകൊണ്ട് പിന്നെ നമുക്ക് കുഞ്ഞു തൂമ്പാറ്റകളും അതൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഉണ്ടോ? കണ്ടോ? പിന്നെ ഞാൻ കുറച്ച് സൈഡിൽ ആ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുണ്ടോ, നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം കാണുന്നതല്ല, നല്ല തെളിച്ചുള്ള സ്ഥലമൊക്കെ അത്. പിന്നെ ഇതിലേക്കൂടാണ്, ഈ റോഡ് ക്ലോസ് ചെയ്താണ് ഇതിലേക്കൂടെ ഒഴുകി വന്ന് ഈ റോഡ് വണ്ടി വരുന്നു സൈഡിലേക്കൂടെ ഒഴുകി വന്ന് ഇതിലേക്കൂടാണ് അത് ഒഴുകി പോകുന്നത്. ഇതിലേക്കൂടെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി ഇതിലേക്കൂടെ പോകും. പിന്നെ ഇതുണ്ട്, ഇവിടെ മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ കൂടി ജസ്റ്റ് ഒന്നിറങ്ങിയൊക്കെ കാണിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതിലേക്കൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോവുകയാണ് ചെയ്യാത്തത്. ഇതുപോലെ ഞാൻ ആണെങ്കിൽ റോഡിൽ കൂടെ ഒന്ന് നടങ്ങി ജസ്റ്റ് കാണിച്ചു തരാം. ആ നീ പൊക്കോ. അപ്പോഴത്തേന് അവൻ പറഞ്ഞു ഞാൻ പോവാണ്. പിന്നെ പറഞ്ഞിട്ട് പോക്കോ, അവൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അവൻ പേടിയാണ്. പശു പട്ടിയോ എല്ലാവരും അവൻ പശുവിനെയൊക്കെ ഭയങ്കര പേടിയാണ്. ഇവിടെ ഓൾറെഡി കുറേ പശുക്കളൊക്കെ ഉള്ള പശുവും പോത്തുമൊക്കെ ഉണ്ട്. അപ്പോഴത്തെ കണ്ടോ, ഇതിലേക്കൂടെ അങ്ങ് ഒഴുകി പോയിട്ട് ക്ലോസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പിന്നെ കണ്ടോ, നമുക്ക് കാണാൻ പറ്റും മലകളൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീട്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്കൊരു സ്ഥലമാണിത്. ബ്യൂട്ടിഫുൾ. രാവിലെ എണീറ്റായിരുന്നു തന്നെ ആ കുഞ്ഞു വെയിലും കാറ്റും ഒക്കെ അടിക്കുമ്പോൾ ഒരു സുഖം കൂടെയാണ്, നമുക്ക് വേറെ എന്തിനും കിട്ടത്തില്ല. അപ്പോഴത്തേന് അങ്ങനെ കുറേ കഥകളും ഒക്കെ ഉണ്ട്. ഇവിടെ സ്ഥലം ഇതൊന്നും ഇനിയും കുഴപ്പമില്ല, അക്കരെയൊക്കെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മരമുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. എന്താണെന്ന് എനിക്കിതൊരു പിടിയിട്ടിട്ടില്ല, ഒരു മരമാണ്. ഇനി മരം കൊണ്ട് കൊത്തു വെച്ചേക്കുന്നതാണോ, എങ്ങനെ ആയതാണോ, ഇനി വേരാണോ എന്ന് ഒരു പിടിയില്ലാത്തൊരു വലിയ മരമാണത്. ആ മരത്തോട് 2 മരങ്ങളാണ് ചേർന്നിരിക്കുന്നത്. ഏത് മഴയോ എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു പിടിയുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലത്തെ എവിടെയെങ്കിലും മരങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ. ഞാൻ മരം കാണിച്ചു തരാം. നമുക്ക് കാണാം, വെയിലായതുകൊണ്ട് കാണാൻ പാടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലായി തുടങ്ങി. എനിക്കും കുറേ താമസിച്ചു പോയി. പിന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല, ജസ്റ്റ് അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ. ഈ മരം കാണാൻ പാടാണ് ഇവിടെ നിന്നുകൊണ്ട്.
ഞാൻ ഒരുപാട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം ഞാൻ വഴക്ക് പറയും. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ഇല്ലാത്തതുകൊണ്ടേ അമ്മയ്ക്കൊരു പേടിയാണ്, കാണാനും പാടായിരിക്കും. അങ്ങനെ വീണ് പോയാൽ പിന്നെ എല്ലാവരും കിട്ടത്തില്ല, നമുക്ക് നന്നായിട്ടറിയാം. ആ മരമാണ് ഈ കണ്ട, ഈ മലേൻ്റെ തൊട്ടിപ്പുറത്തേക്കുന്നൊരു മരമില്ല, ഒരു വലിയ കുറച്ച് തണിയുള്ള ആ മരമാണ്. ആ മരത്തിൻ്റെ അടിയിൽ എന്താ അങ്ങനെ കണ്ടോ, അതിങ്ങനെ വന്ന് രണ്ട് മരം കൂടെ ചേർന്ന വലിയൊരു മരമാണത്, കാണാൻ പറ്റും. കണ്ടോ, അത് ചേർന്നിരിക്കുക രണ്ട് മരവും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നല്ല മരങ്ങളും അതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയാലാണ് ആ വനം. ഇവിടെ കണ്ടോ, നമ്മൾ അവിടെ കണ്ടിരിക്കുന്ന ആ ചെറിയ വെയിലടിക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ ഇത്രയും രണ്ട് പാറകൾ നിങ്ങൾ ചേർത്ത് വെച്ചേക്കുന്നത്. ആ പാറയുടെ അപ്പുറത്തോട്ട് പോവുകയാണെങ്കിലാണ് ആ വനം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു വലിയ മല തന്നെയാണ്. നമുക്ക് ആ ഇടയ്ക്കൂടെ നോക്കിയാൽ തന്നെ അറിയാം ആ കാട് കഴിഞ്ഞ് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. സിനിമ കണ്ടിട്ടുള്ള അതേപോലെ കണ്ടോ, ഇവിടെയൊക്കെ കാണുവാണെങ്കിൽ. പിന്നെ നമ്മളിത് കണ്ട, ഇവിടെ ഒരു സീല് പോലെ കിട്ടിയിട്ടുണ്ട്, ഈ കറണ്ട് കമ്പി. കാരണം ഈ ആനയോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കാണാതിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു വര പോലെ 4 വരയൊക്കെ കാണുന്നില്ലേ, അതാണ് ആ സീല് കമ്പി. അതൊരു ഷോക്കടിക്കുന്ന കമ്പിയാണ്. ഇപ്പോഴത്തെ ആനകൾക്ക് അതൊക്കെ ചവിട്ടി പറിച്ചുകൊണ്ട് എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. ഞാൻ കെട്ടിയിട്ടുള്ളത് ഇപ്പം അവിടെ നിന്ന് ഇതുവരെ ആനയൊന്നും ഇറങ്ങിയിട്ടില്ല. ഈ ഇവിടുത്തെ ഒന്നും ഞാൻ ആന കണ്ടിട്ടില്ല. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോഴാണ് ആനയും അതൊക്കെ കാണുന്നത്. പിന്നെ കിഴക്കോട്ട് പോവുകയാണെങ്കിലും അവിടെയൊക്കെ കാണാം, അതാണ് കിഴക്ക്. അങ്ങോട്ട് അവിടെ പോയപ്പോഴാണില്ല പുഴ. അതിന് കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ ഒരു വീടുണ്ട്. അത് ഞാൻ ഇന്നലെ പോയതാണ്. അവിടെ ഒരു അപ്പച്ചൻ വയ്യാതെ കിടക്കുവാണ്. ഇന്ന് ഞാൻ കാണാൻ പോയി. ഞാൻ കുറച്ചും കൂടെ പോയി കാണിച്ചു തരാം. പിന്നെ അമ്മ വീട്ടിൽ 5 കോഴികളുണ്ടായിരുന്നു. ഇവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു ഇന്നലെ ലാസ്റ്റായിരുന്നു. കൊടിയിറക്കമൊക്കെ ആയിരുന്നു, ലാസ്റ്റായിരുന്നു. 4 ദിവസമായിരുന്നു, 26, 27, 28, 29. ഞാൻ 4 ദിവസങ്ങളായിട്ട്. ഈ 27, 26, 27 ആരാധനയാണ് മൊത്തം. പിന്നെ ഈ 29, 28, 29 പിന്നെ പ്രദക്ഷിണവും അതേപോലെ ഫുഡും അതൊക്കെയായിരുന്നു. അപ്പോഴത്തേനും അതൊക്കെ കഴിഞ്ഞ് ഒന്നിടയ്ക്ക് അമ്മച്ചി കൂടെ ഇടയ്ക്കാൻ പറഞ്ഞു. ഒരു കോഴീനെ ഉച്ചയ്ക്ക് വന്ന് പിടിച്ചുകൊണ്ട് അവിടെ ഇതുകൊണ്ട് കാണുന്ന വീടാണ് ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്നുള്ള ഇഷ്ടംപോലെ വിശേഷങ്ങളുണ്ട് അവിടെ, ആ കരയും അതൊക്കെ കാണിക്കാൻ. അങ്ങനെ ഒരു കോഴി ഉച്ചയ്ക്ക് കൊന്ന് പാക്കാന്താന്ന് പറഞ്ഞു അതാണ് പാക്കുന്നത്. ഞാൻ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, ഇല്ല ബ്ലാക്ക് ഒരു വലിയ പൂച്ചയുണ്ട്, കറുത്തൊരു വലിയ പൂച്ച. അത് നമ്മളൊന്നും ചെയ്യത്തില്ല, പക്ഷെ കോഴികളെ കണ്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ 3 കോഴികളെ നമ്മൾ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് 5 കോഴികളുണ്ടായിരുന്നു. ഇപ്പം 2 കോഴികളെ ഉള്ളൂ, 3 കോഴികളെ മാക്കാത്ത പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ വല്ലാത്തൊരു കഷ്ടം കേട്ടോ. ഈ കാണുന്ന ഈ പൊളിഞ്ഞ വീടുണ്ടല്ലോ, ഇവിടെ എങ്ങാണ്ടായി പാക്കാന്ന് കിടക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു ദിവസം നമ്മൾ നോക്കിയപ്പം കോഴീനെ കൊന്നവിടെ ഇട്ടേക്കുന്നത്. ആ സ്ഥലം കാണിച്ചത് എനിക്ക് പേടിയാണ് അവിടെയൊക്കെ പോവാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ ആ വീട്. അപ്പോഴത്തേന് ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, അതുകൊണ്ട് ആ കാണുന്ന ആ പൊളിഞ്ഞ വീടാണ് സ്ഥലം. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല, എനിക്ക് നല്ല വീടുണ്ട്. അങ്ങനെ മഴകളുടെ ഇടയ്ക്ക് പാമ്പിലുണ്ടെങ്കിൽ ദിവസങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ആ കാണുന്ന ആ സ്ഥലത്താണ് നമ്മുടെ ആ കോഴിനെ കൊന്നിട്ടുന്നത്. ബാക്കിയുള്ള 2 കോഴികളെ ആ 2 കോഴികളെ അങ്ങനെ കൊന്ന്. പിന്നെ ബാക്കിയുള്ള ഒരു കോഴീനെ പള്ളി നമ്മൾ ഈ അടുത്ത ദിവസമാണ് ഞായറാഴ്ച അമ്മച്ചി നേരത്തെ പള്ളിയിൽ പോകും കുർബാന കൂടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ആ സമയത്ത് ഇങ്ങനെ ഒരു കോഴി കൂട്ടിക്കയറാൻ നിൽക്കുക. ആ 3ാമത്തെ കോഴി കൂട്ടിക്കയറാൻ നിൽക്കുക. അപ്പോഴത്തെ ലിഞ്ചുവണ്ടി ഉണ്ട്, അതായത് ലിഞ്ചുവണ്ടി പറഞ്ഞ് അത് അടയ്ക്കണത്. പക്ഷെ ലിഞ്ചുവണ്ടി മറന്നുപോയി അടയ്ക്കാൻ. പിന്നെ അമ്മച്ചിയും അത് ഓർത്തതുമില്ല. അങ്ങനെ പാക്കാന്ത വന്ന് അതിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി.
പിന്നെ ബാക്കിയുള്ള കോഴികളെ ഒന്ന് നോക്കിയപ്പോൾ കോഴികളെ എടുത്തുകൊണ്ടങ്ങ് പോയതുകൊണ്ട് പിന്നെ ആകെയുള്ളത് ഇപ്പോൾ 2 കോഴികളാണ്. ഇന്നലെ തന്നെ നമ്മൾ പെരുന്നാളിന് മെനങ്ങാന്ന് പെരുന്നാളിന് പോയപ്പോൾ ഒരു കോഴിനെ പിടിക്കാൻ വന്നതാണ്. ആ കോഴി ഇവിടെ പമ്മി ഇരുന്നില്ലായിരുന്നു, അതിനെ പിടിച്ചത്. അപ്പോഴത്തേന് ഇതാണ് നമ്മുടെ ഈ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇവിടെ മൊത്തം റബ്ബറാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇവിടെ വലിയ ക്രിസ്മസ് ട്രീ ഒന്നുമില്ല, ആകെ ഒരു കുഞ്ഞു സ്റ്റാർ മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു കുഞ്ഞു മരങ്ങളും തെങ്ങുമൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് ഇവിടെ ഓലയൊക്കെ ചാടി ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയും അതൊക്കെ എടുക്കാം. വലിയ കാറ്റത്തൊക്കെ അടിഞ്ഞ ഒരു വലിയ തെങ്ങാണ്. പക്ഷെ അധികം വളർന്നിട്ടില്ല, തൈയാണ്. കുറച്ചൊക്കെ വളർന്നിട്ടുള്ളൂ ഇത്, ഏകദേശമൊക്കെ. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇതാണ് ബാക്ക് വശം. അപ്പോഴത്തെ ഇതേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രത്യേക സാധനം ഉണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇതിന് ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.